ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്, ആപ്പിൾ ഹൽവ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാൻ 3 ആപ്പിൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ച ആപ്പിൾ ചേർത്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇതിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാല് ചേർത്തിട്ട് തീ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം കേട്ടോ. ഇത് ഈ പാത്രത്തിൽ നിന്ന് ഇത് വിട്ടുപോരുന്ന പരുവത്തിൽ നമുക്കിത് ഇളക്കിയെടുക്കണം. ഇനി കുറച്ച് നന്നായിട്ട് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ ഏത് നട്ട്സൊക്കെ ഉള്ളത് വെച്ചെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേ പാത്രത്തിൽ നിന്ന് ഇത് നന്നായിട്ട് വിട്ടുപോരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സ് ആണ്. വളരെ ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.